എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹിയർ ദ സ്റ്റോറിയിലേക്ക് സ്വാഗതം. ദുഅൽ മക്കാൻ്റെയും ഷേർഖാൻ്റെയും കഥ തുടരുന്നു. ദുഅൽ മക്കാൻ ആദ്യം തന്നെ തൻ്റെ ഗുമസ്തനെ വിളിച്ച് സഹോദരനായ ഷേർഖാന് നടന്ന സംഭവങ്ങളെല്ലാം വിസ്തരിച്ച് ഒരു നീണ്ട കത്ത് എഴുതിച്ചു. കത്ത് ഇങ്ങനെ ഉപസംഹരിച്ചു: ഞങ്ങൾ സഹോദരനോട് അഭ്യർത്ഥിക്കുന്നു, അങ്ങ് ഉടനെ തന്നെ സൈന്യങ്ങളെ തയ്യാറാക്കണം. നമ്മുടെ ഇരുവരുടെയും സൈന്യം ഒന്നിച്ചു ചേർന്ന് പിതാവിൻ്റെ മരണത്തിന് കാരണക്കാരായ ആ അവിശ്വാസികളോട് പ്രതികാരം ചെയ്യണം. അദ്ദേഹം കത്ത് മടക്കി മന്ത്രിയെ ഏൽപ്പിച്ചു. അങ്ങേക്ക് മാത്രമേ ഈ ദൗത്യവും കൊണ്ടുപോകാനുള്ള കഴിവുള്ളൂ. അങ്ങ് സഹോദരനോട് വളരെ മധുരമായി സംസാരിക്കണം. ഞാൻ ബാഗ്ദാദിലെ സിംഹാസനം ഉപേക്ഷിച്ച് ഡമാസ്കസിലെ ഭരണാധികാരിയായി സ്ഥാനമേറ്റെടുക്കുവാൻ തയ്യാറാണെന്ന വിവരം കൂടി പറയണം. ദൻഡാൻ ഉടനെ ഡമാസ്കസിലേക്ക് പുറപ്പെട്ടു. മന്ത്രി പോയതിനു ശേഷം രാജധാനിയിൽ 2 സുപ്രധാന കാര്യങ്ങൾ നടന്നു. മക്കാൻ സ്നാനമന്ദിരത്തിലെ ജോലിക്കാരനായ തൻ്റെ രക്ഷിതാവിനെ വിളിച്ചു വരുത്തി അനവധി സമ്മാനങ്ങൾ നൽകി. അയാൾക്ക് രാജധാനിയിൽ ഒരു പ്രത്യേക സ്ഥാനം നൽകി. തനിക്കു കാഴ്ചവെക്കപ്പെട്ട കന്യകമാരിൽ അതിമനോഹരിയായ ഒരുവളിൽ മക്കാൻ അത്യന്തം അനുരക്തനായി. അചിരേണ അവൾ ഗർഭവതിയുമായി. ദൻഡാൻ ഷേർഖാനെ ചെന്ന് കണ്ട് വിവരങ്ങളെല്ലാം ഉണർത്തിച്ചു. ഷേർഖാൻ ആ വൃദ്ധമന്ത്രിയുടെ അഭ്യർത്ഥന സ്വീകരിച്ചു. ദൻഡാൻ സന്തുഷ്ടനായി മടങ്ങി വന്ന് ദുഅൽ മക്കാനെ വിവരമറിയിച്ചു. നമുക്ക് ഡമാസ്കസിൽ പോയി സഹോദരനെ സന്ദർശിക്കണം, മന്ത്രി പറഞ്ഞു. തീർച്ചയായും. മക്കാന് അത് സന്തോഷകരമായിരുന്നു. അവർ സൈന്യസന്നാഹങ്ങളോടെ പുറപ്പെട്ടു. ഒരു ദിവസത്തെ യാത്രയ്ക്ക് ശേഷം താവളമടിക്കാൻ കൂടാരം കെട്ടി. അധികം താമസിയാതെ ഷേർഖാൻ്റെ സൈന്യവും എത്തിച്ചേർന്നു. ദുഅൽ മക്കാൻ തന്നെ സഹോദരനെ എതിരേൽക്കാൻ ആദ്യം പുറപ്പെട്ടതാണ്. അപ്പോഴേക്കും ഷേർഖാൻ ദൂരെ നിന്നും ആംഗ്യം കാട്ടി. ഞാൻ അങ്ങോട്ട് വരികയാണ്. സഹോദരർ ആലിംഗനബദ്ധരായി. അവർ പിതാവിൻ്റെ മരണമോർത്ത് കണ്ണീർ വാർത്തു. ഇരു സൈന്യങ്ങളും ബാഗ്ദാദിലേക്ക് മടങ്ങി. സൈന്യത്തിൽ ചേരുന്നവർക്ക് സ്ഥാനമാനങ്ങളും ധനവും നൽകാമെന്ന് വിളംബരം ചെയ്തു. രാജ്യത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ധീരരായ യുവാക്കൾ നഗരത്തിലേക്കൊഴുകി. ഇതിനിടയിൽ ഷേർഖാനും ദുഅൽ മക്കാനും തങ്ങളുടെ അനുഭവങ്ങളെല്ലാം പരസ്പരം പറഞ്ഞു. മക്കാൻ ആ സ്നാനമന്ദിര ജോലിക്കാരനെ വാഴ്ത്തി. അയാൾക്ക് ഉചിതമായ പ്രതിഫലം നൽകിയോ? ഷേർഖാൻ ചോദിച്ചു. യുദ്ധം കഴിഞ്ഞ് മടങ്ങിയെത്തിയ ശേഷം വേണം ആ കടമ പൂർത്തിയാക്കാൻ. ഷേർഖാൻ നുഷ്അത്തിനെ വിളിച്ച് അവളുടെ പുത്രി രാജധാനിയിൽ സുരക്ഷിതയായിരിക്കുന്നുണ്ടെന്ന വിവരം അറിയിച്ചു. സൈനിക സജ്ജീകരണങ്ങൾ തുടങ്ങി. ദുഅൽ മക്കാനും ഷേർഖാനും നേതൃത്വം വഹിച്ചു. മക്കാൻ തൻ്റെ ഇഷ്ടഭാജനമായ അടിമപ്പെണ്ണിനോട് യാത്ര ചോദിച്ചു. ഗർഭവതിയായ അവളെ ശ്രദ്ധിക്കാൻ പ്രത്യേകം പരിചാരകരെ നിയോഗിച്ചു. ബർമൻ എന്ന സൈനിക പ്രമാണിയുടെ കീഴിൽ തുർക്കികളുടെ സേന മുൻപന്തിയിൽ നിരന്നു. പിന്നിൽ റസ്തമിൻ്റെ കീഴിൽ പേർഷ്യൻ സൈനികർ, മധ്യത്തിൽ ദുഅൽ മക്കാൻ്റെ നേതൃത്വത്തിലുള്ള സേന. ദക്ഷിണ പംക്തിയുടെ നേതൃത്വം വഹിച്ചത് ഷേർഖാനായിരുന്നു. വാമപംക്തിയുടെ നേതൃത്വം നുഷ്അത്തിൻ്റെ ഭർത്താവും. 1 മാസത്തെ യാത്ര കൊണ്ട് അവർ ശത്രുരാജ്യത്തിൽ എത്തിച്ചേർന്നു. അവിടുത്തെ ജനങ്ങൾ പരിഭ്രാന്തനായി. മുസ്ലിം ആക്രമണത്തെക്കുറിച്ചറിയാൻ ആളുകൾ അഫ്രീദൂൻ്റെ കൊട്ടാരത്തിലേക്ക് ഓടി. അഫ്രീദൂൻ വിനാശകാരിയായ മാതാവിനെ വിളിപ്പിച്ചു. ഇതിനിടയിൽ ആ വൃദ്ധ സഫിയയെ തിരിച്ചേൽപ്പിക്കാൻ സെസേറിയ രാജാവായ ഹർദൂബിൻ്റെ സൈന്യസമേതം കൂട്ടിക്കൊണ്ടുവന്നിരുന്നു. ഹർദൂബ് ഉമറുമാൻ്റെ മരണം കൊണ്ട് മാത്രം തൃപ്തനായില്ല. പ്രതികാര നിർവഹണത്തിനായി അഫ്രീദൂനെ സഹായിക്കാൻ കൂടിയാണ് അയാൾ വന്നത്. വൃദ്ധ അഫ്രീദൂൻ്റെ സന്നിധിയിലെത്തി. മഹാരാജാവേ, ക്രിസ്തുവിൻ്റെ യോദ്ധാവേ, എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ശത്രുക്കളുടെ കാലടികൾക്ക് വേണ്ടി ഞാൻ നെയ്യുന്ന ചരടുകൾ അഴിക്കാൻ സാത്താന് പോലും കഴിയില്ല. വൃദ്ധ തൻ്റെ പദ്ധതി വിവരിച്ചു.
50,000 സൈനികരെ കടൽ മാർഗം ധൂമപർവ്വതത്തിലേക്ക് അയക്കൂ. അതിൻ്റെ അടിവാരത്തിലാണ് ശത്രുക്കൾ താവളമടിച്ചിരിക്കുന്നത്. ബാക്കിയുള്ളവർ കരമാർഗം അവരെ വളയട്ടെ. ശത്രുക്കളിൽ ഒരുവൻ പോലും രക്ഷപ്പെടാതെ നോക്കണം. അഫ്രീദൂന് ഉപായം സ്വീകാര്യമായി. അത് കണക്കിന് കൊള്ളും. വൃദ്ധരാജ്ഞി, ബുദ്ധിയുടെ മഹാഖനിയാണ് നിങ്ങളുടെ തല. പദ്ധതി അനുസരിച്ച് സൈനികർ കടൽ വഴി ധൂമപർവ്വതത്തിലേക്ക് പുറപ്പെട്ടു. അവർ നിശബ്ദരായി പർവ്വതങ്ങൾക്കിടയിൽ ഒളിച്ചിരുന്നു. മറ്റൊരു സേന കരമാർഗം രൂപപ്പെട്ടു. മുസ്ലിം സേന ഒരു ഭാഗത്ത്, ക്രിസ്ത്യൻ പട മറ്റൊരു ഭാഗത്ത്. രണ്ടും മലവെള്ളം പോലെ പരന്നു. രാത്രി പടത്താവളത്തിലെ തീജ്വാല കൊണ്ട് ഭൂമി തന്നെ ഭീകരമായ അഗ്നികുണ്ഡമായതുപോലെ തോന്നി. അഫ്രീദൂനും ഹർദൂബും അവരുടെ സൈനികരെ വിളിച്ചുകൂട്ടി. പിറ്റേ ദിവസം നടക്കാൻ പോകുന്ന യുദ്ധത്തെക്കുറിച്ച് ആലോചിച്ചു. രണ്ട് ഭാഗത്തു നിന്നും ഒപ്പം ആക്രമിക്കാനാണ് അവർ തീരുമാനിച്ചത്. അപ്പോൾ വൃദ്ധ വന്ന് പറഞ്ഞു, ധീര സൈനികരെ, ആത്മാവ് പരിശുദ്ധമാക്കിയിട്ടേ ദേഹം കൊണ്ട് പൊരുതാവൂ. വിജയലബ്ധിക്ക് അത് കൂടിയേ തീരൂ. നിങ്ങൾ ക്രിസ്തുവിനോട് പ്രാർത്ഥിക്കൂ. രാജാക്കന്മാരും സൈനികരും ആ മാതാവിൻ്റെ വചനത്തെ മാനിച്ചു. എല്ലാവരും കുരിശിൽ ചുംബിച്ച് പ്രാർത്ഥന നടത്തി. പ്രാർത്ഥന കഴിഞ്ഞ് വൃദ്ധ മാതാവ് എഴുന്നേറ്റ് പറഞ്ഞു, രാജാവേ, അവിശ്വാസികളുമായി യുദ്ധത്തിന് പുറപ്പെടുന്നതിന് മുൻപ് ഷേർഖാൻ ഉണ്ടല്ലോ, ആ സാത്താൻ, അവൻ്റെ പണി കഴിയണം. അവനാണ് ആ സേനയുടെ ജീവൻ. അവൻ്റെ കഥ കഴിഞ്ഞാൽ എല്ലാവരും എളുപ്പത്തിൽ നമുക്ക് കീഴടങ്ങും. നമ്മുടെ സേനാനികളിൽ വെച്ച് ഏറ്റവും കരുത്തുറ്റവൻ ഷേർഖാനുമായി ഒറ്റയ്ക്ക് പൊരുതി അയാളുടെ കഥ കഴിക്കട്ടെ. ഈ ഉപദേശമനുസരിച്ച് രാജാവ് കൂട്ടത്തിൽ ഏറ്റവും ധീരരായ പടയാളികളെ വരുത്തി. ലുക്കാബൻ ഷംലട്ട് എന്നു പേരായ ഒരുവൻ അതിധീരനായിരുന്നു. വൈരൂപ്യത്തിലും അയാൾ മുൻപന്തിയിലായിരുന്നു. ഷേർഖാനോട് ഒറ്റയ്ക്ക് പൊരുതി അയാളെ തോൽപ്പിക്കൂ. അങ്ങനെ നമ്മുടെ ശത്രുക്കളെ നശിപ്പിക്കൂ. രാജാവിൻ്റെ ആജ്ഞ കേട്ടയുടൻ ലുക്ക അതിവേഗമുള്ള കുതിരയുടെ പുറത്ത് കയറി. ക്രിസ്ത്യൻ പട അറബി ഭാഷയിൽ ഉദ്ഘോഷിച്ചു, മുസൽമാന്മാരെ, ഇതാ വരുന്നു ലുക്കാബൻ ഷാംലട്ട്. തുർക്കികളെയും പേർഷ്യക്കാരെയും ഒരൊറ്റ വാൾവീശൽ കൊണ്ട് തുരത്തുന്ന ലുക്ക ധീരനെങ്കിൽ ഷേർഖാൻ തന്നെ ഒറ്റയ്ക്ക് നേരിടട്ടെ. വെല്ലുവിളി തീർന്നില്ല. അതിനു മുൻപേ കുളമ്പടികൾ ഭൂമി കുലുക്കി. വായുവിൽ പ്രകമ്പനം സൃഷ്ടിച്ചു. ലുക്കായുടെ ഹൃദയത്തിൽ ഒരു മിന്നൽ പാളി. വെള്ള കുതിരയുടെ പുറത്ത് സിംഹത്തെപ്പോലെ പാഞ്ഞെടുക്കുന്ന ഷേർഖാനെ കണ്ട് ലുക്ക വിറപൂണ്ടു. ലുക്ക കനമേറിയ കുന്തം ഷേർഖാൻ്റെ നേരെ എറിഞ്ഞു. ഷേർഖാൻ അത് ഒറ്റ കൈകൊണ്ട് പിടിച്ചു. കൊടുങ്കാറ്റുകൾ കൂട്ടിമുട്ടി. ഒടുവിൽ ഷേർഖാൻ എറിഞ്ഞ കുന്തം ലുക്കായുടെ മാറിൽ തുളച്ചു കയറി. അയാളുടെ കഥ കഴിഞ്ഞു. ലുക്കായുടെ മരണവാർത്ത അറിഞ്ഞ ക്രിസ്ത്യൻ പടയാളികൾ ഒരുപാട് ഭയപ്പെട്ടു. അവർ എന്ത് ചെയ്യണമെന്നറിയാതെ കുഴങ്ങി. അഫ്രീദൂനും ഹർദൂബും തങ്ങളുടെ സൈന്യങ്ങൾക്ക് ആജ്ഞ നൽകി. അവർ മുസൽമാന്മാരുടെ നേരെ ഇടിച്ചു കയറി. താമസിയാതെ ഭൂമി ചോരക്കളമായി. കുതിരകളുടെ ചവിട്ടേറ്റ് ജഡങ്ങൾ ഞെരിഞ്ഞമർന്നു. ശവശരീരങ്ങൾ കുമിഞ്ഞുകൂടി. മുറിവേറ്റവരുടെ സംഖ്യ വർദ്ധിച്ചു. രാത്രിയായപ്പോൾ എതിരാളികൾ തൽക്കാലം കൂടാരത്തിലേക്ക് മടങ്ങി. ദുഅൽ മക്കാൻ തൻ്റെ സഹോദരനെ അഭിനന്ദിച്ചു. ലുക്കായിൽ നിന്നും രക്ഷപ്പെട്ടുവല്ലോ. ദൻഡാനോടും പള്ളിയറക്കാരനോടും മക്കാൻ പറഞ്ഞു, 24,000 പടയാളികളെയും കൊണ്ട് ആ ധൂമപർവ്വതത്തിൻ്റെ താഴ്വരയിൽ പോയി നിൽക്കണം. ഞാൻ അടയാളം കാണിക്കും. നിർണായക യുദ്ധം തുടങ്ങണം. ഞങ്ങളിൽ ബാക്കിയുള്ളവർ ഭയം ഓടിപ്പോകുന്നതായി നടിക്കും. അപ്പോൾ അവിശ്വാസികൾ ഞങ്ങളെ പിന്തുടരും. പെട്ടെന്ന് ഞങ്ങൾ തിരിഞ്ഞു നിന്ന് അവരെ കൂട്ടത്തോടെ നശിപ്പിക്കും. ദൻഡാനും പള്ളിയറക്കാരനും കൂടി സേനയുമായി രാത്രി ധൂമപർവ്വതത്തിൻ്റെ താഴ്വരയിൽ സ്ഥാനമുറപ്പിച്ചു. വൃദ്ധയുടെ ആദ്യത്തെ ഉപദേശമനുസരിച്ചാണ് ക്രിസ്ത്യൻ പട നീങ്ങിയിരുന്നതെങ്കിൽ മുസൽമാൻ പട പരാജയപ്പെടുമായിരുന്നു. പർവ്വതങ്ങൾക്കിടയിൽ മുൻപേ ഒളിച്ചിരുന്നവർ മുഖ്യസേനയോടൊത്ത് ചേർന്നിരുന്നു. പ്രഭാതത്തിൽ ഇരുവശത്തും യോദ്ധാക്കൾ അണിനിരന്നു. ഇരുവശത്തും പ്രാർത്ഥനാരവം ഉയർന്നു. കഠിനമായ സമരമാണ് നടന്നത്. വായുവിൽ കൂടി മനുഷ്യ ശിരസുകൾ പന്ത് കണക്കെ ചീറിപ്പാഞ്ഞു. കൈകളും കാലുകളും തറയിലറ്റു വീണു. കുതിരയുടെ കണങ്കാൽ വരെ ചോരപ്പുഴ പൊങ്ങി. ഉഗ്രമായി സമരം ചെയ്തിരുന്ന മുസൽമാന്മാർ പെട്ടെന്ന് ഭയന്നിട്ടെന്ന പോലെ
ഓടിത്തുടങ്ങി. ഉടനെ അഫ്രീദുൻ അതുവരെ യുദ്ധത്തിൽ പങ്കെടുക്കാതെ മാറി നിന്നിരുന്ന ഹർദൂബിൻ്റെ പാളയത്തിലേക്ക് ഒരാളെ ഓടിച്ചു. മുസൽമാന്മാർ പരക്കം പാഞ്ഞു തുടങ്ങി. നിങ്ങൾ അവരെ പിന്തുടർന്ന് പിടിക്കണം, ഒന്നിനെയും വിടരുത്. നമ്മുടെ വിജയാഘോഷം അടുത്തെത്തി. അടുത്ത ഭാഗം നാളെ. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ കണ്ടവർ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്